ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ്. നിങ്ങൾ പലപ്പോഴും മറ്റ് ഇംഗ്ലീഷുകാരുടെ റിവ്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രാൻഡ് ഒരു പ്രശസ്ത ബ്രിട്ടീഷ് നീഷ് ബ്രാൻഡാണ്. ബോഡീഷ്യ ദി വിക്ടോറിയസ്, അവരുടെ ആർഡന്റ് എന്ന് വിളിക്കുന്ന ഒരെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹൗസാണ് ഈ ബോഡീഷ്യ എന്നുള്ളൊരു ഹൗസ്. നിങ്ങൾ അതിൻ്റെ ബോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടിൽ വരുന്നത്. ബോട്ടിലുണ്ടല്ലേ, ഭയങ്കര ഒരു പ്രീമിയം ആയിട്ടുള്ള ബോട്ടിലാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. കാരണം ഇവരുടെ പല പെർഫ്യൂംസും 1,85,000 90,000 രൂപയൊക്കെയാണ് വില വരുന്നത്. ഇത് അറൗണ്ട് ഒരു 18,000 19,000. അവരുടെ ഏറ്റവും വില കുറഞ്ഞ ഒരെണ്ണമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം അതേ ഇവരുടെ കൂടുതൽ വില കൂടിയ പെർഫ്യൂം നമ്മൾ കൊണ്ടുവരാം. ഈ 2008 ഈ ബോഡീഷ്യ എന്നുള്ളൊരു ബ്രാൻഡ് ബ്രിട്ടനിൽ തുടങ്ങുന്നത്. ഈ പേര് തന്നെ പുരാതന റോമൻ സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ബ്രിട്ടനിലെ ധീര വനിതയായ കെൽറ്റിക് രാജ്ഞിയായ ബോഡീഷ്യ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേര് കൊടുത്തത്. ഇപ്പം ഇതിൻ്റെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇതൊരു വൈക്കിങ്ങിൻ്റെ ഒക്കെ പോലത്തെ ഉള്ള പടച്ചട്ടയോ അല്ല അതിൻ്റെ ഒരു പരിച അതുപോലത്തെ ഉള്ള ഒരു പിച്ചള കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇത് ബ്രിട്ടീഷ് കരകൗശല വിദഗ്ധരെ കൈകൊണ്ട് പറഞ്ഞതാണ് ഇതിൻ്റെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം മെറ്റലാണ്. ക്യാപ്പും ഭാരമുള്ള മെറ്റലാണ്. നമ്മുടെ പെർഫ്യൂം സ്റ്റീമാലയുടെ ക്യാപ്പ് പോലെ തന്നെ ഇവിടെയും ബോഡീഷ്യ എന്നുള്ള പേര് കൊടുത്തിട്ട് വിക്ടോറിയസ് ആർഡന്റ്. ബോട്ടിൽ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈൻ, നല്ലപോലെ വർക്ക് ബോട്ടിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. ഇതിൻ്റെ നോട്ട് വരുന്നത് ആംബർ, റോസ്, വാം, സ്പൈസി, വാനില, ബീവാക്സ്, പച്ചൂടി, വുഡി, ഊദ്, ഹണി, ഫ്ലോറൽ. ക്രിസ്ത്യൻ പ്രൊവൻസ് ആണെന്നുള്ള പെർഫ്യൂമറാണ്, നല്ലൊരു പെർഫ്യൂമറാണ്. ക്രിസ്ത്യൻ പ്രൊവൻസ് ആണോ അദ്ദേഹമാണ് ഇതിൻ്റെ പെർഫ്യൂമർ. ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് ടർക്കിഷ് റോസ്, സാഫ്രോൺ, കൊറിയാണ്ടർ, കാരറ്റ് സീഡ്സ്. മിഡിൽ നോട്ടിൽ റോസ്, ബീസ്വാക്സ്, ജാസ്മിൻ, ഹിഡിയോൺ. ബേസ് നോട്ടിൽ വാനില, പച്ചൂടി, ഊദ്, ബെൻസോയിൻ, ആംബർ, ലബ്ഡനം, മസ്ക്. കുറേയേറെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് റോസാണ്, ടർക്കിഷ് റോസാണ് ചേർത്തിരിക്കുന്നത്. പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ. റോസ് ആണ് ഇതിൻ്റെ ആദ്യം സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ടർക്കിഷ് റോസിൻ്റെ ഒരു മണമാണ്, ഒരു പിങ്ക് നിറത്തിലുള്ള റോസിൻ്റെ ഒരു മണം. പക്ഷെ ആ റോസ് വളരെ ജാമി, സ്വീറ്റ്, സിറപ്പി ആയിട്ടുള്ള ഒരു റോസിൻ്റെ മണമാണ്. അതായത് റോസ് ഒരു മധുരമുള്ള ഒരു ജാമിൽ മുക്കിയാലുള്ള മണം എന്തായിരിക്കും, ആ ജാമിൻ്റെ ഒരു കൊഴുകൊഴുത്ത മണവും ജാമിലുള്ള ഒരു സ്വീറ്റ്നെസ്സും പിന്നെ റോസിൻ്റെ മണവും. അതാണ് ഇതിൻ്റെ റോസിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഹാപ്പിയുടെ ജാം കണ്ടിട്ടില്ലേ, ബ്രെഡിൽ തേക്കുന്ന ജാം. ആ ജാമിൽ ഒരു റോസ് എടുത്ത് മുക്കിയാൽ എന്ത് മണം വരും? അല്ലെങ്കിൽ ആ ജാമിന് ഒരു റോസിന്റെ മണമാണെങ്കിൽ എന്തായിരിക്കും? അതെ, ജാമിന് ഒരു റോസിന്റെ മണം. അതാണ് ഇതിലെ റോസിന്റെ മണമായിട്ടൂടെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള റോസാണ്. ഫ്ലോറൽ സ്മെല്ലിനേക്കാൾ ഉപരി സ്വീറ്റ് ആയിട്ടുള്ള റോസിന്റെ മണം. അതോടൊപ്പം തന്നെ സാഫ്രോൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കൊറിയാണ്ടർ, അതിൻ്റെ ഒരു സ്പൈസിനെസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എയറിൽ ഈ ജാമി, സിറപ്പി, സ്വീറ്റ് ആയിട്ടുള്ള റോസിനോടൊപ്പം തന്നെ ഒരു എർത്തി സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ടെറഡർമസിലൊക്കെ കാണുന്ന പോലെ ഈ മഴ പെയ്യുമ്പോൾ പുതുമണ്ണിൻ്റെ ഒരു മണം പോലെ ഒരു എർത്തി സ്മെല്ലും വരുന്നുണ്ട്. അത് മിഡിൽ നോട്ടിൽ എന്തോ അങ്ങനെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂമിൽ വാനിലയുടെ ഒരു നോട്ട്. റോസും വാനിലയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലെ റോസിന് നമുക്ക് എവിടെയൊക്കെയോ റാഡിക്കൽ റോസിൻ്റെ പോലുള്ള ഒരു മണം എവിടെയൊക്കെയോ വരുന്നുണ്ട്. റാഡിക്കൽ റോസിൽ കുറച്ച് വാനിലയും പിന്നെ ഒരു മെഴുകിൻ്റെ ഒക്കെ ഒരു മണം. അതൊരു തേനീച്ച, ബീസ് വാക്സിന്റെ തേനീച്ചക്കൂടിൻ്റെ ആ ഒരു മെഴുകിന്റെ മണം ചേർത്തുകൊണ്ടായിരിക്കാം, ആ ഒരു നോട്ട് ചേർത്തുകൊണ്ടായിരിക്കാം ഒരു വാക്സി ഫീൽ ഉണ്ട് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ചിന്തിക്കാം. മധുരമുള്ള ഒരു ജാം, അതിന് റോസിന്റെ ഫ്ലേവർ ആണെന്ന് കൂട്ടിക്കോ, ആ മണം. അതിൽ കുറച്ച് വാനിലയും കൂടി ചേർത്ത് തേക്കുമ്പോൾ ഉള്ള മണം. അതോടൊപ്പം തന്നെ ഒരു മെഴുകിന്റെ മണം. മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ കുറച്ച് ഫ്ലോറൽ സ്മെല്ല്. അതുപോലെ തന്നെ സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ മണം. ഇതൊക്കെ നിങ്ങളുടെ മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുമ്പോൾ ഒരു മണം വരില്ല, അതാണ് ഇതിന്റെ മണം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടി, സ്വീറ്റ്, ഫ്ലോറൽ, ആംബർ പെർഫ്യൂമാണ്. പിന്നെ മിഡിൽ നോട്ടിലേക്ക് കയറി വരുമ്പോൾ ചെറിയൊരു ഊത് നമുക്ക് അറിയത്തില്ല. അത് അറിയാതെ എന്താ പറയുക, ആ ഒരു റോസിന്റെ നോട്ടും വാനിലയുടെ നോട്ടും എർത്തി നോട്ടൊക്കെ ഫെയ്ഡായി പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് താങ്ങി നിർത്തിയിരിക്കുന്ന നമുക്ക് കിട്ടില്ല. പക്ഷെ ഊതിന്റെ ഒരു എവിടെയോ ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട്. അത് ഈ പെട്ടെന്ന് ഈ നോട്ട് ഫെയ്ഡ് ആകാതിരിക്കാൻ. അപ്പം വാനിലയും റോസും ബീസ് വാക്സും ഇതൊക്കെ ചേരുന്നതാണ് ഈ ഒരു പെർഫ്യൂം.
ഇത് ഫ്ലോറൽ പെർഫ്യൂംസ്, അതുപോലെ തന്നെ ഒരു കോംപ്ലിമെന്റ് കിട്ടണമെന്ന് ഞാൻ ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ കാര്യം തന്നെ കോട്ടയത്ത് ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാൻ ശരിക്കും ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ ഈ പെർഫ്യൂം കാറിൽ വെച്ച് അടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ അടിച്ച പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഞാൻ റിവ്യൂ ചെയ്യുന്ന കാര്യം അവർക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ല. ഇത് റിവ്യൂ ചെയ്യും, നല്ല മണമാണ്, കയറിയപ്പോൾ തന്നെ മണം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചെയ്യാം, അടുത്ത ആഴ്ച ആവട്ടെ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ. എനിക്ക് ഇങ്ങോട്ട് കോംപ്ലിമെന്റ്, ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടിയാലും പറയാറില്ല. ഈ റീസെന്റ് ചെയ്തതിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ കോംപ്ലിമെന്റ് കിട്ടിയിരുന്നു. ആ ഒരു പ്രളയത്തിന്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു സംഭവം നടന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയ ഒരു പെർഫ്യൂമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നത്. എനിക്ക് അന്ന് ആ ദിവസം തന്നെ 3-4 ആൾക്കാരാണ് ചോദിച്ചത്. ഇനി ഈ പെർഫ്യൂമിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, സാധാരണ ഈ ഊതും അല്ലെങ്കിൽ അതുപോലെ ഈ റോസും സിറപ്പി സ്വീറ്റ് സ്മെല്ല് വരുമ്പോൾ കുറെ കഴിയുമ്പോൾ തലകുത്തൽ വരും, ഒരു ചടപ്പ് വരും, ഒരു മടുപ്പ് വരും, കുത്തുന്ന പോലെ അസ്വസ്ഥത ഉണ്ടാവും. പക്ഷേ ഈ പെർഫ്യൂമിൽ അതില്ല. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ 8 മണിക്കൂർ മാത്രം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മറ്റ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ 72 മണിക്കൂർ 24 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഇത് കറക്റ്റ് അളവിൽ പാകം ചെയ്തെടുത്ത സാധനം. കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, 7-8 മണിക്കൂർ സോളിഡ് ആയിട്ട് നിൽക്കും. അതിനപ്പുറം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒഫൻസീവായിട്ട് മാറും. പക്ഷെ ഇത് കറക്റ്റായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. ഇത് റോസ് ഇഷ്ടപ്പെടുന്നവർ, ഫ്ലോറൽ ഇഷ്ടപ്പെടുന്നവർ, അല്പം സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. നല്ലതുപോലെ പാർട്ടി, ക്ലബിംഗ്, വല്ലപ്പോഴൊക്കെ ഓഫീസിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാം. ലോങ്ജെവിറ്റി വരുന്നത് 8 മണിക്കൂർ. ആദ്യത്തെ 3 മണിക്കൂർ 3.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ആദ്യത്തെ 3 മണിക്കൂർ. 8 മണിക്കൂറാണ് ലോങ്ജെവിറ്റി വരുന്നത്. വൈകുന്നേരവും രാത്രി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മഴയുള്ള സമയത്ത് നമുക്ക് രാവിലെ ഉപയോഗിക്കാം. ഓഫീസിൽ AC ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ AC ഉപയോഗിക്കാം. ഇത് സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയെ കാണാൻ പോകുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഭാര്യയുമായിട്ടൊന്ന് യാത്ര പോകുമ്പോൾ, ഒരു ഡിന്നറിന് പോകുമ്പോൾ, നൈറ്റ് ഔട്ട്, പാർട്ടി, ഗെറ്റ് ടുഗദർ, ഇതുപോലുള്ള ചടങ്ങുകൾ, കല്യാണം, അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിഗ്നേച്ചർ വർത്തിയായിട്ടുള്ള പെർഫ്യൂമാണ്. ചീപ്പല്ല, 10-22,000 രൂപ വിലയുണ്ട്. ഈ ഒരു ഹൗസിനെ സംബന്ധിച്ച് ഈ ഒരു പെർഫ്യൂം ചെയ്യുവാണെന്നേ ഉള്ളൂ. തീർച്ചയായും ട്രൈ ചെയ്യുക. 2 ml, 5 ml, 10 ml ഡീക്കൻ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിന്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമന്റിൽ മെൻഷൻ ചെയ്യാം. ഗ്രൂപ്പിൽ ഞാൻ റേറ്റിംഗ് കാര്യങ്ങളും ഇടുന്നതാണ്. താങ്ക് യു സോ മച്ച്.